മത്സര പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2024 മധ്യത്തോടുകൂടി തന്നെ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലേക്ക് ധാരാളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SSC ആണ് അതിൽ നമ്പർ 1 എന്ന് പറയുന്നത്. SSC മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ജോലികൾ എന്ന് പറയുന്നത് SSC ഉണ്ട്, റെയിൽവേ RRB ഉണ്ട്, അതുപോലെ തന്നെ ISRO അസിസ്റ്റൻ്റ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് സർവീസിലേക്കുണ്ട്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് ബാങ്കും ഇൻഷുറൻസും. ഇതും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പരീക്ഷകളാണ് വരിക. പക്ഷേ സിലബസിൽ വ്യത്യാസം വരും, പരീക്ഷാക്രമത്തിൽ വ്യത്യാസം വരും. അപ്പോൾ എല്ലാ പരീക്ഷകളെക്കുറിച്ചുള്ള ഒരു പൊതു അവയറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലൂടെ ഒരു പഠനം, പിന്നെ മാറി മാറി വരുന്ന സിലബസുകളുടെ വ്യതിയാനതകൾ നന്നായി മനസ്സിലാക്കി ആ മാറ്റത്തിനനുസരിച്ച് വീണ്ടും പഠിക്കുകയാണെങ്കിൽ ഒരൊറ്റ അല്ലെങ്കിൽ ഒരൊറ്റ പഠനത്തിലൂടെ നമുക്ക് തൊടുന്നതെല്ലാം കിട്ടുക എന്നൊരു രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഏതേതെല്ലാം ജോലികൾ എങ്ങനെയെല്ലാം പഠിക്കണം, എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിവരണമാണ് ഞാൻ തരുന്നത്. വളരെയേറെ ശ്രദ്ധിക്കുക, നമ്മൾ നന്നായി പഠിക്കുക. കഠിനാധ്വാനം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പറയാറുണ്ട്, വലിയ അറിവുള്ളവരാണ് ഈ പരീക്ഷകൾ നേടുന്നത്. ഒന്നുമല്ല, കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ളവരാണ് ശരിക്കും ഈ പരീക്ഷകൾ നേടുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷകൾ ഏതെല്ലാം രീതികളിലാണ്, ഏതെല്ലാമാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് SSC ആണ്. SSCയിൽ 3 ലെവൽ ഓഫ് പരീക്ഷകളാണ് നടക്കുന്നത്. ഒന്ന്, ഏറ്റവും ബേസിക് വിദ്യാഭ്യാസമുള്ളവർ, 10th 10ാം ക്ലാസ് പ്ലസ്, അതിന് മുകളിലോട്ടുള്ള ആർക്കും എഴുതാം, അതാണ് 10ാം ക്ലാസ് പ്ലസ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അവിടെയും പറയുന്നുണ്ട് 10th ഇക്വലൻ്റായ ഏതൊരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതും എഴുതാം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ആ ഒരു വാക്ക് നമുക്ക് പരിചയമൊന്നുമില്ല, നമുക്ക് ആകെ അറിയാവുന്ന 10ാം ക്ലാസ് എന്ന് തന്നെയാണ്. ചില സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴേക്കും അതിന് ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതൊക്കെ ഉണ്ടാവാം, അത് നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10th ലെവൽ കഴിഞ്ഞവർക്ക് തൊട്ട് ഈ പരീക്ഷകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒരേ രീതികൾ, ശകല വ്യത്യാസങ്ങൾ മാത്രം. ആ വ്യത്യാസം മാത്രം അറിഞ്ഞ് ഏത് നോട്ടിഫിക്കേഷനാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് നിങ്ങൾ ഒറ്റ പഠനം നടത്തിയാൽ മാത്രം മതി. ശരിക്കും ഞാൻ പറയുന്നത് ഒരു 6 മാസത്തെ ഒരു കഠിനാധ്വാനമാണ്. പിന്നെ മാത്രമല്ല, ഇതിന് വേറൊരു കാര്യം, ഒരു കട്ട് ഓഫ് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ പെടുന്ന എല്ലാവർക്കും തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇട്ടു, പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് വന്നു, പിന്നെ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് കാലഘട്ടമൊന്നും ഇതിനകത്തില്ല. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോലി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ കൃത്യമായിട്ട് നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉടനടി നമുക്ക് അറിയാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി എന്താണ് ബേസിക് ലെവൽ പരീക്ഷ എന്ന് പറയുന്നത്? 10th ലെവൽ 10ാം ക്ലാസ് പ്ലസ്, അതിന് മുകളിലോട്ടുള്ള ഡിഗ്രിയോ PG ഉള്ള എല്ലാ കുട്ടികൾക്കും എഴുതാം. അതാണ് ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത്. MTS എക്സാം പ്ലസ് ഹവീൽദാറാണ്. അപ്പോൾ ഈ 2 പരീക്ഷയും കൂടെ ഒറ്റ പരീക്ഷയാണ്. ഇപ്പോൾ ഹവീൽദാർ പരീക്ഷയിലേക്ക് വരുമ്പം ഒരു ഫിസിക്കലി കുറച്ച് ടെസ്റ്റുകൾ കൂടിയുണ്ട്. അത് നമുക്ക് ഫിസിക്കൽ അല്ലാതെ നമ്മളിപ്പോൾ PSCയിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളുള്ള ഒരു 8 ഐറ്റത്തിൽ 5 ഐറ്റം അല്ലെങ്കിൽ 9 ഐറ്റത്തിൽ 3 ഐറ്റം അങ്ങനെയുള്ളൊരു ഫിസിക്കൽ ടെസ്റ്റുകളൊന്നും തന്നെയില്ല. ഫിസിക്കൽ മെഷർമെൻ്റാണ്. പിന്നെ പുരുഷന്മാരാകുമ്പോൾ ഒരു 1600 മീറ്റർ ഒന്ന് നടക്കണം, വാക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അറിയാം, ശാരീരികക്ഷമത മാത്രമേ അവിടെ പരീക്ഷിക്കപ്പെടുന്നുള്ളൂ. പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ്, ഇതാണ് MTS പരീക്ഷയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. ഏറ്റവും സൂപ്പർ കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ പരീക്ഷ. അതിൽ തന്നെ 2 സെക്ഷനായിട്ടാണ് വരിക, 2 സെക്ഷനാണ്. അപ്പോൾ അതിൽ ആദ്യം മാത്സും റീസണിങ്ങും. അത് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ക്രൂട്ടണിങ് എക്സാം മാത്രമേ ഉള്ളൂ. ജയിച്ചാൽ മാത്രം മതി, അതാണ് ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ്. പലരും പറയാറുണ്ട്, ഈ മാത്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ നല്ല രസം തോന്നാറുണ്ട്. എന്നാൽ ചിലവർക്കാണെങ്കിൽ ചില സാറന്മാരെന്ന് പറയുന്നതെന്ന് പറയും, ഹോംവർക്ക് ഇട്ട് കൊടുക്കും. അത് എളുപ്പമുള്ളതെല്ലാം അങ്ങനെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും, പാടുള്ളതെല്ലാം അങ്ങനെ ഹോംവർക്കായിട്ട് തിരികെയും ചെയ്യും. ഇത് കാരണം ഈ കണക്കിനോടുള്ള ദേഷ്യവും കണക്ക് സാറന്മാരുള്ള ദേഷ്യവും ഉണ്ടാവും. പക്ഷേ മനസ്സിൽ ജോലി കിട്ടണം എന്നുള്ളൊരു അടങ്ങാത്ത ആഗ്രഹം അവിടെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MTS പരീക്ഷ എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും നമ്പർ 1 ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മാത്സ് ആൻഡ് റീസണിങ്, അതിനകത്തൊരു സ്ക്രൂട്ടണിങ് എക്സാം മാത്രമേ ഉള്ളൂ. പിന്നീട് കറണ്ട് അഫേഴ്സ് ആൻഡ് ഇംഗ്ലീഷ്, അതിൻ്റെ മാർക്ക് സ്ട്രക്ചറൊക്കെ ഞാൻ പിന്നീട് പറയാം. ആ 2 പരീക്ഷയിൽ നിന്ന് മാത്രമാണ് റാങ്ക് നിർണ്ണയം നടത്തുക. അതിൽ 150 മാർക്കാണ് അതിനകത്ത് വരിക. അപ്പോൾ 150 മാർക്കിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നത്, നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കേരളത്തിൽ 137 മാർക്കായിരുന്നു വന്നത്. എന്ന് വെച്ചാൽ ഒരു 13 മാർക്കിൻ്റെ കുറവേ അതിനകത്ത് വരാൻ പറ്റുള്ളൂ. അത് ഓൾ ഇന്ത്യയിൽ നടക്കുന്ന പരീക്ഷയാണെങ്കിലും ഓരോ സംസ്ഥാനത്തിലെ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷയുടെ നിലവാരം അനുസരിച്ച് കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പരീക്ഷ എന്ന് പറയുന്നത് ആദ്യത്തേത് മനസ്സിലായല്ലോ, MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പ്ലസ് ഹവീൽദാർ പോസ്റ്റ്, 2 ഒറ്റ പരീക്ഷ മാത്രം. അപ്പോൾ അതിലെ എലിജിബിലിറ്റി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തുടർന്ന് ഓരോ സ്ലൈഡുകളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ആമുഖം എന്ന രീതി മാത്രമാണ് ഞാനിത് പറയാം. 2ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് സൂപ്പറാണ്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. ഇപ്പോൾ PSCക്ക് ഏതാണ്ട് അതേ പാറ്റേണൊക്കെയാണ് അവർ തുടരുന്നത്.
കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമാണ്. അപ്പോൾ അതിൽ പറയുന്ന ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ 12th ലെവൽ. അപ്പോൾ മാത്രമല്ല പ്ലസ് അതിന് മുകളിലോട്ടുള്ള ഏത് ഡിഗ്രി, അപ്പോൾ ഡിഗ്രിയോ പി ജിയോ പിന്നെ അതിന് മുകളിലോട്ടുള്ള ഏതേതെല്ലാം വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ അവർക്കെല്ലാം തന്നെ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അതാണ് അതിനകത്തൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു ഹയർ സെക്കൻഡറിയിലെ രീതിയിലുള്ള പരീക്ഷകളായിരിക്കില്ല അത്രത്തോളം എക്സാമിൻ്റെ ഒരു പൾസും നല്ലൊരു കോമ്പറ്റീഷൻ എക്സാമിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ നല്ല രസമാണ് പഠിക്കാനൊക്കെ. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത്. നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. കഠിനമായ അധ്വാനം, പിന്നെ ഒരു സ്ഥിരം പാറ്റേൺ എക്സാമിന് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു നിർദ്ദേശം നിങ്ങൾക്ക് നേരാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഒരു PSC വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എല്ലാവരും പറയാറുണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് സർവീസിൻ്റെ സിലബസൊക്കെ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നിങ്ങൾ പറയുന്ന കണക്കൊന്നുമല്ല, റിസ്ക്കാണ്. പക്ഷേ അതിനകത്തൊരു പാറ്റേൺ ഉണ്ട്. അവിടെയാണ് നമുക്കിതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു PSCയുടെ പരീക്ഷ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെയുള്ള 100 മാർക്കിനകത്തെന്ന് പറയുന്നത് 50 ചോദ്യമാണ് ഈ കോമൺ, അതായത് ഫിക്സഡ് മാർക്ക് കിട്ടാവുന്ന 50 ചോദ്യം, പിന്നെ ബാക്കി വരുന്ന 50 ചോദ്യം ഒരു 6-7 ടോപ്പിക്കുകളിൽ നിന്നാണ്. അപ്പോൾ അവിടെ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത പലപ്പോഴും PSCക്ക് ഇല്ല. അപ്പോൾ അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഗവൺമെൻറ് സർവീസിൻ്റെ പരീക്ഷകൾക്കെല്ലാം തന്നെ കൃത്യതയും വ്യക്തതയും പാറ്റേണും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിൻ്റെതാണ്. പക്ഷേ അവിടെ എന്ന് പറയുന്നത് നമുക്ക് 2 എക്സാമാണ് അതിനകത്ത് ലെവലായിട്ട് വരുന്നത്. ഒന്ന് Tier 1 ആൻഡ് Tier 2 എന്നാണ് വരുന്നത്. ഇത് തന്നെയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ്. അതിനകത്തും വരുന്ന ഒരു Tier 1 Tier 2 എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ പിന്നെ അതിനകത്ത് 2 എക്സാം എന്ന് പറയുന്നത് ഒരു നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റ് അതിനകത്ത് ഒപ്പം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 2 പരീക്ഷകൾക്കും ഏതാണ്ട് ഒരേ പാറ്റേൺ തന്നെയാണ് നടക്കുന്നത്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനും കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമും. അപ്പോൾ അതാണ് 3ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പം ആ 3 പരീക്ഷകളുടെ ക്രമം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഏതൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഉദ്യോഗാർത്ഥിക്കും എഴുതാവുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എഴുതാവുന്ന ഒരു പരീക്ഷയാണ് MTS എന്ന് പറയുന്നത്. MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നാണ് പറയുക MTS എക്സാംസ്. അതിനോടൊപ്പം തന്നെ ഇത്തിരി ശാരീരികക്ഷമത ഉള്ളവർ എഴുതുന്ന പരീക്ഷയാണ് ഹവീൽദാർ എക്സാമുകൾ എന്ന് പറയുന്നത്. പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അതെല്ലാം തന്നെ ഞാൻ അതിൻ്റെ തുടർന്ന് ഏതേതെല്ലാം മേഖലകളിലാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വ്യക്തമായിട്ട് പറയാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ MTS എക്സാമാണ് 10th ലെവലാണ്. 10th ലെവൽ എക്സാമാണ് MTS എക്സാം എന്ന് പറയുന്നത്. 10th ലെവലാണ്. അപ്പോൾ അതിൽ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ കട്ട് ഓഫ് നമ്മൾ പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് രസം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യന് ഒരു കറക്റ്റ് ആൻസറിന് 3 മാർക്കും ഒരു റോങ് ആൻസറിന് 0.5 മാർക്ക് കുറയുകയും ചെയ്യും. 2ാമത്തെ എക്സാം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാംസാണ്. CHSL എന്നാണ് പറയുക. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമാണ്. അതിൽ വരുന്നത് ഏതൊരു +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കും ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിന് Tier 1 Tier 2 എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ആ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ തുടർന്നുള്ള വീഡിയോയിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി 3ാമത് വരുന്നതെന്ന് പറയുമ്പോൾ CGL ആണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ്. അപ്പോൾ അതിലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ്. പിന്നീട് പലരും പറയാറുണ്ട് ഞാൻ അവസാന പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഉദ്യോഗാർത്ഥി ആകാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഞാനങ്ങനെ പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ധാരാളം പേര് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നൊരു ഡേറ്റ്, അതായത് ഒരു A എന്ന് പറയുന്ന ഡേറ്റാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, B എന്ന് പറയുന്ന എൻഡിങ് ഡേറ്റാണ് B എന്ന് പറയുന്നത്. അത് ഞാൻ ഓരോ പരീക്ഷയിലും വ്യത്യസ്ത ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ AB എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇത് B ആണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റിൻ്റെ തൊട്ട് മുമ്പ് വരെ അയാൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന ഒരു പരീക്ഷയാണ് അയാൾ എഴുതിയതെങ്കിൽ അയാൾ അതിൻ്റെ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ പിന്നൊരു കാര്യം തന്നെ, മാത്രമല്ല ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ഇതിന് തൊട്ട് മുമ്പ് ആയിരിക്കുകയും ചെയ്യണം. അതൊരു സ്വാഭാവികമായൊരു രീതി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന 3 പരീക്ഷകൾ, അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലും അതാണ് ആദ്യം നടക്കുന്നത്. പിന്നീട് വരുന്ന കമ്പൈൻഡ് CGL പരീക്ഷയും MTS പരീക്ഷയൊക്കെ തന്നെ ഈ കഴിഞ്ഞ ലാസ്റ്റ് പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അത് എഴുതാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഞാൻ പറഞ്ഞു CGLൻ്റെ കാര്യം പറഞ്ഞു. ഏതേതെല്ലാം ഡിഗ്രികളാണ്, ഏതേതെല്ലാം ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിനകത്ത് അയക്കാൻ പറ്റുന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ക്ലാസ്സിൽ പോയി പഠിച്ച് എഴുതി വന്ന ഏതൊരു ഡിഗ്രിയും അക്സെപ്റ്റബിളാണ്, അത് ഓക്കെയാണ്, നമുക്കറിയാം, പിന്നെ വേറെ തർക്കമൊന്നുമില്ല, പോയി പഠിച്ച ആളാണ്. പിന്നെ രണ്ടാമത് കറസ്പോണ്ടൻസ് ആയിട്ട് പഠിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവും. അതും നമ്മൾ ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റി അതായത് നാക്കിൻ്റെ കീഴിൽ വരുന്ന ഏതൊരു യൂണിവേഴ്സിറ്റി എഴുതിയ
നമ്മൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനായിട്ട് കിട്ടിയ ഡിഗ്രിയും അക്സെപ്റ്റബിളാണ്. പിന്നെ ഡിഗ്രിക്ക് ഇക്വലൻ്റായിട്ട് ചില സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ചില ഡിഗ്രികളുണ്ട്. അതിപ്പോൾ എന്താണെന്ന് നമ്മുടെ കേരളത്തിൽ നമുക്ക് പരിചയമുള്ളതൊന്നുമല്ല, അത് എനിക്കും വലിയ പരിചയമൊന്നുമില്ല. ഡിഗ്രിക്ക് ഇക്വലൻ്റായിട്ട് ഡിപ്ലോമ എന്തോന്നറിയാം, ഡിഗ്രി എന്തോന്നറിയാം, പിന്നെ അതിന് മുകളിലോട്ടുള്ള ഹയർ ഡിഗ്രികളെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ എന്താണെന്നറിയാം, നമ്മൾ എംഫിൽ എന്താണെന്നറിയാം, PhD അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ഈ ഡിഗ്രിക്ക് ഇക്വലൻ്റായിട്ടുള്ള ഡിഗ്രികൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര പരിചയമുള്ള വാക്കൊന്നുമല്ല. നമുക്കറിയാവുന്ന ഈ 2 ഡിഗ്രിയാണ്. ഒന്ന് നമ്മൾ ക്ലാസ്സിൽ പോയി റെഗുലർ ആയിട്ട് എടുത്ത ഡിഗ്രിയും അതുപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻ്റായിട്ട് എടുത്ത ഡിഗ്രി. ഈ 2 ഡിഗ്രികളാണ് നമ്മൾ മലയാളിയുടെ കയ്യിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പരീക്ഷ എഴുതാൻ പറ്റും, CGL പരീക്ഷ എഴുതാൻ പറ്റും. ഇതാണ് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പഠനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്ന് പഠിച്ചു, അത് താത്തു വെച്ചു, വേറൊന്ന് പഠിച്ചു, അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്, നമ്മുടെ മനസ്സിനകത്ത് ആദ്യം വേണ്ടത് ഇവിടെ നിന്നായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. നമ്മൾ പറയാറുണ്ട് പടി കയറുന്നത് താഴെ നിന്നാണ്, അല്ലാതെ പടി അങ്ങ് മേളിൽ നിന്ന് കയറിയിട്ട് താഴോട്ടല്ല പടി ഇറങ്ങേണ്ട. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങുക മാത്രം മതി. CGLൻ്റെ സിലബസ് എന്താണെന്ന് വെച്ച് പഠിച്ചാൽ മതി. ചിലപ്പോൾ ആൾക്കാർ പറയും ഞാൻ ഹയർ സെക്കൻഡറി ലെവൽ പഠിച്ച ഒരാളാണ്, ഞാൻ എന്തിനാണ് CGL പഠിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇപ്പോൾ ഹയർ സെക്കൻഡറി ലെവൽ പഠിച്ച ഒരാൾക്ക് ഒരു ഡിഗ്രി ഡിസ്റ്റൻ്റായിട്ട് എടുക്കുന്നതിനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഈ പരീക്ഷ എഴുതാനുള്ളൊരു മനസ്സുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു ഡിഗ്രി എടുക്കാനുള്ള മനസ്സ് എന്തായാലും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കറസ്പോണ്ടൻസ് ഡിഗ്രി നമുക്ക് കയ്യിലുണ്ടായാൽ മാത്രം മതി. അതും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കറസ്പോണ്ടൻസ് ഡിഗ്രി എടുത്താൽ മതിയാവും. അത് നമ്മൾ ഒരു കാരണവശാലും അത് പോയി അവർ പറയാറുണ്ട് കോൺടാക്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ആ ഡ്യൂറേഷൻ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നേർവഴിയിലൂടെ തന്നെ ആ ഡിഗ്രി ലെവൽ ഡിസ്റ്റൻ്റായിട്ട് എടുക്കാൻ സ്വാഭാവികമായിട്ടും പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടത് CGL തന്നെയായിരിക്കണം. അങ്ങനെ നന്നായി പഠിച്ച് CGL വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത CHSL എഴുതാൻ പറ്റും. അതിന് തൊട്ടുപുറയിൽ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നു, റെയിൽവേയിലേക്ക് വരുന്നു. റെയിൽവേയിലേക്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ റെയിൽവേയിൽ ഒരുപാട് തസ്തികകൾ നമ്മുടെ CGL തന്നെ വരുന്നുണ്ട്. അതായത് എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ, ധാരാളം പോസ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് തന്നെയും ഈ CGL തന്നെ എടുക്കുന്നുണ്ട്. റെയിൽവേയിലെ റിക്രൂട്ട്മെൻറ്റ് റെയിൽവേ ആയിട്ട് നടത്തുന്ന കുറേ പരീക്ഷകളുണ്ട്. ഇത് കൂടാതെ തന്നെ CGL നിന്ന് ചില തസ്തികകളിലേക്ക് റെയിൽവേയും എടുക്കുന്നുണ്ട്, സ്റ്റാഫുകൾ എടുക്കുന്നുണ്ട്, CHSL നിന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേ ധാരാളം ഡയറക്റ്റ് പോസ്റ്റ് നടത്തുന്നുണ്ട്, ഇതിൽ നിന്നും ധാരാളം പേരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി, CGLൻ്റെ എന്ത് സിലബസ് ആണോ അത് തന്നെയാണ് റെയിൽവേ ഫോളോ ചെയ്യുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റിൻ്റെ പാറ്റേണിനകത്തുള്ള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവാം, മാർക്ക് സ്ട്രക്ചറിനകത്ത് എന്തെങ്കിലും വ്യതിയാനത ഉണ്ടാവാം, അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് അതും ഇതും ഒരുമിച്ച് പോകാം. പിന്നെ നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു ജോലിയാണ്, ചില ആൾക്കാർക്ക് പറയാറുണ്ട്, പെൺകുട്ടികൾക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ജോലി എന്നാണ് എംപ്ലോയ്മെൻറ്റ് സർവീസിലേക്കുള്ള ജോലി. എംപ്ലോയ്മെൻറ്റ് സർവീസിലേക്കുള്ള അസിസ്റ്റൻറ്റിൻ്റെ തസ്തിക അടിപൊളി കിടിലൻ ജോലി എന്ന് പറഞ്ഞാൽ കിടിലൻ ജോലിയാണ്. എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഈ ഫയലിൻ്റെ ചോട്ടി ഇരുന്ന് ജീവിക്കുന്നവരോടും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരോടും പലപ്പോഴും ഇഷ്ടമില്ലാത്തൊരു ധാരാളം പേരുണ്ടാവും. അപ്പോൾ അവർക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഞാൻ നമ്പർ 1 പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് സർവീസിലേക്ക് പരീക്ഷ എഴുതുന്നത്. ഇതേ പാറ്റേണാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, CGL പഠിക്കുകയാണെങ്കിൽ CHSL ഒക്കെ വരുന്നു, MDS പിന്നെ ഓക്കെയാണ്. CGL നല്ലോണം പഠിച്ചൊരാൾക്ക് എന്താ MDSനകത്ത് വിഷയം, MDS ഓക്കെയാണ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് വരുമ്പോൾ അവിടെ എളുപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സൂചിപ്പിച്ച കണക്ക് റെയിൽവേയിലൊക്കെയാണ്. എംപ്ലോയ്മെൻറ്റ് സർവീസിലേക്കുള്ള പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ CHSL പഠിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ +2 ലെവലാണ് ഇതിൻ്റെ എക്സാമിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പല പോസ്റ്റുകളുണ്ട്, ഫയർമാൻ പോസ്റ്റുകൾ. അത് പലതും താൽക്കാലിക നിയമനങ്ങളാണ് ഇപ്പോൾ കുറേ നടക്കുന്നത്. പക്ഷേ അത് പിന്നീട് അത് കുറേ വർഷങ്ങളോളം തന്നെ ചെയ്തു പോകാം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇടത്താവള ജോലികളായിട്ട് എടുക്കാവുന്ന ജോലികളാണ്. നമുക്ക് ഈ പെർമനൻ്റ് ആയിട്ടുള്ള ജോലികൾ വേണമെന്നുള്ളവരെ ഒരുപക്ഷെ അത് സജസ്റ്റ് ചെയ്യുന്നില്ലെന്ന് വെച്ചുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോയി കാശ് വാങ്ങിച്ച് പഠിക്കാൻ താല്പര്യമില്ലെന്ന് വെച്ചോളൂ. എനിക്ക് വീട്ടിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ പോയി എൻ്റെ സ്വന്തം പൈസ എടുത്ത് പഠിച്ചേ പറ്റുള്ളൂ, എനിക്ക് ഭയങ്കര അടങ്ങാത്ത ആഗ്രഹമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് എഴുതാവുന്ന നല്ലൊരു പരീക്ഷയാണ് നമുക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ +2 മാത്രം കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാവുന്ന ഫയർമാൻ്റെ പോസ്റ്റാണത്. അതിന് ജൂനിയർ അസിസ്റ്റൻറ്റ് ആൻഡ് സീനിയർ അസിസ്റ്റൻ്റ് എന്നുള്ള തസ്തികകളാണ് അതിനകത്ത് വരുന്നത്. അവർക്ക് +2 കഴിഞ്ഞ കുട്ടികൾക്ക് അതിനകത്ത് എഴുതാവുന്നതാണ്, ഫയർമാൻ പോസ്റ്റുകളാണ്. അപ്പോൾ മാത്രമല്ല ഇപ്പോഴത്തെ മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനകത്ത് ചെയ്യുന്ന ജോലി. ഡ്രൈവർ തസ്തികകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം പരീക്ഷകൾക്ക് വേണ്ടി ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പുസ്തകം താങ്ങി എടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒറ്റ പഠനം, ഇതെല്ലാം കൈ കിട്ടും. പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കുറേ നാളായി അവർ വിളിച്ചിട്ട് ഇനിയിപ്പോൾ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു.
സൂപ്പറാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് ISRO ഇല്ല അസിസ്റ്റൻറ്റ്, ISRO അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ വിളിക്കാൻ പോകുന്നു. അതും ഇത് തന്നെയാണ് സിലബസ് വരുന്നത്. അത് എനി ഡിഗ്രി ആയിരിക്കും. അതിനകത്ത് സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളാണ് വരിക. അപ്പോൾ സ്റ്റെനോഗ്രാഫി കഴിഞ്ഞ കുട്ടികളാണ്, അത് ഇല്ലാത്ത അക്കൗണ്ടൻസി കഴിഞ്ഞ കുട്ടികളുടെ പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കൂട്ടം ജോലികളാണ് സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാങ്കിങ് പരീക്ഷകളും അതുപോലെ ഇൻഷുറൻസ് പരീക്ഷകളും ഞാൻ വേറൊരു രീതിയിലേക്ക്, കാരണം അത് പ്രത്യേക മാനസികാവസ്ഥയിലും ഒരു പ്രത്യേക പാറ്റേണിലൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ അതിനൊരു വേറൊരു ലെവലാണ്. സിലബസ് കൂടുതൽ ഏതാണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സാണ്. ഇതിലാണ് കൂടുതൽ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സിലബസുകൾ കൂടുതൽ. എന്നാൽ ബാങ്കിങ് ടെസ്റ്റിൽ വരുന്നതെന്ന് പറയുന്നത് ഒരു ഡേറ്റ അനാലിസിസ് ആണ്. അത് മാത്സ് കൂടുതൽ അറിയുന്നവരെ ജോലി കിട്ടുക എന്നുള്ളതല്ല. കൂടുതൽ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കൂടിയ ഒരു വ്യക്തിയാണ് ആരാണോ അവർക്കാണ് കൂടുതൽ ബാങ്ക് പ്ലസ് ഇൻഷുറൻസ്. ബാങ്കിൻ്റെ ഇൻഷുറൻസിൻ്റെയും ഏതാണ്ട് ഒരേ പാറ്റേൺ തന്നെയാണ് എക്സാം വരുന്നത്. ക്ലർക്ക് ആൻഡ് PO ആണ്. അത് ക്ലർക്ക് എന്ന് പറയുന്നത് അത് താഴെയുള്ള, അതായത് ക്ലർക്കൽ പോസ്റ്റ് ചെയ്യുന്ന ആൾ. ഓഫീസർ പോസ്റ്റാണ് PO പോസ്റ്റ് എന്ന് പറയുന്നത്. പരീക്ഷകൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസമുണ്ട്. സിലബസും പാറ്റേണും എല്ലാം വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ RRB IBPS ആണ് കൂടുതൽ നടത്തുന്നത്. IBPS RRBയുടെ പരീക്ഷ വേറെ, റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ പരീക്ഷ IBPS തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലും അവർ സിലബസ് ശാലം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്. അവിടുത്തെ അതിൻ്റെ ഒരു ബ്യൂറോക്രാറ്റിക് ലെവൽ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്ലസ് AO എന്നാണ്. നമ്മൾ ക്ലർക്ക് PO എന്ന് പറയുന്ന കണക്ക് ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ അസിസ്റ്റൻറ്റ് പ്ലസ് AO എന്നാണ് അവർ ആ ഒരു പോസ്റ്റ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ പഠനം 1 വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി കൈ കിട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ 1 വർഷം പഠിക്കുക, പിന്നെ അടുത്ത വർഷം കാത്തിരിക്കുക, പിന്നെ 3-ാം വർഷം PSC ഒക്കെ അങ്ങനെയാണല്ലോ, 3 വർഷത്തെ റാങ്ക് ലിസ്റ്റൊക്കെയാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ 3-ാമത്തെ വർഷത്തിൻ്റെ അവസാനം ജോലി കിട്ടുക എന്നൊന്നും അല്ല. ഒറ്റ വർഷം കൊണ്ട് നമ്മുടെ കയ്യിൽ ജോലി കിട്ടി. ഇപ്പോൾ ഒരു ഓണം വയറ് നിറച്ചുണ്ടുമ്പോൾ അടുത്ത തവണത്തെ ഓണം മനസ്സൂടെ നിറഞ്ഞ് ഉണ്ണാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പഠനം എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അംഗങ്ങൾ തുടങ്ങുക. നമുക്കിനി ഓരോ ജോലികൾ, ഞാൻ എൻ്റെ ഒരു ആമുഖം എന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിലെ ഓരോന്നിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തുറന്നുള്ള വീഡിയോയിൽ ഇപ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കാലഘട്ടം കൂടി ഒന്ന് നിർണ്ണയിക്കണം. ഞാൻ ഇത്ര നാൾ തൊട്ട് ഇത്ര നാൾ വരെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ലോങ് ഡ്യൂറേഷൻ ഞാൻ കാർഡടച്ച് പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകാതെ, ഇന്നത്തെ ഡേറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെയും MTSൻ്റെയും ആണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾറെഡി കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഇപ്പോൾ എക്സാം ഇപ്പോൾ ജൂലൈ മാസത്തിലേക്ക് എക്സാം വരാനും പോകുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 2 എണ്ണമാണ്. ഒന്ന് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലും പിന്നെ MTS എക്സാംസും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് തൊട്ട് ഞാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷ വരെ സ്റ്റിൽ ഡേറ്റ് ഒരു 3 മാസത്തെ കാലഘട്ടം ഉണ്ട് ഏകദേശം. ഈ ഒരു 3 മാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ പോകാത്ത അല്ലെങ്കിൽ സഞ്ചരിക്കാത്ത രീതികളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത് എന്ന് പിന്നീട് പറയത്തക്ക രീതിയിൽ ഈ ഒരു കാലഘട്ടം വ്യത്യസ്തമായിട്ടൊന്ന് കടന്നു പോയി നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ പിൽക്കാലത്തെ ഒരു 60 വയസ്സൊക്കെ ആയി നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ഒരു കാലഘട്ടമുണ്ട്. 60ാമത്തെ വയസ്സിൽ ഇരുന്ന് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വിളിച്ചിരുത്തി വിജയത്തിൻ്റെ കഥകൾ പറയുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ 60ാമത്തെ വയസ്സ് കഴിഞ്ഞ ശേഷം. അന്ന് കേൾക്കുന്നവർക്ക് ബോറടിക്കുന്നുണ്ടാവാം. പക്ഷേ എന്തായാലും നിങ്ങൾ പറയുന്നതിൽ മടിക്കണ്ട. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചുമക്കളോട് പറയാൻ നല്ലൊരു കഥയുണ്ടാവണം. ഈ ഒരു 2024 ഈ ഒരു കുഞ്ഞു കാലഘട്ടം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ റിസ്ക്കുകൾ. പഠിക്കാതിരിക്കുമ്പോഴേ കറണ്ട് പോകത്തുള്ളൂ, അത് പ്രകൃതി നിയമമാണ്. പഠിക്കാതിരിക്കും തന്നെ കൂട്ടുകാരൻ വീട്ടിൽ വന്ന് വിരുന്ന് വിളിക്കത്തുള്ളൂ. വാടാ ഇന്ന് എൻ്റെ ചിലവ് നമുക്കൊന്ന് ഓടാമെന്ന് പറഞ്ഞിട്ട് വിളിക്കത്തുള്ളൂ. നമ്മൾ പഠിക്കാതിരിക്കുന്നതന്നെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരത്തുള്ളൂ. വിരുന്നുകാർ വരരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പഠിക്കാതിരിക്കുന്നതന്നെ TV നല്ലൊരു സിനിമ എടുത്തോളൂ. നമ്മൾ പഠിക്കാതിരിക്കുന്നതിൻ്റെ നമുക്ക് തലവേദന വരത്തുള്ളൂ. ഇതെല്ലാം ഒരു പ്രകൃതി നിയമമാണ്. അപ്പോൾ നമുക്ക് ഒരു കൗണ്ട് ഡൗൺ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക.